സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്കാണ് കഥ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ പല്ലവി ആണെങ്കിലും സേതു ആണെങ്കിലും ഇന്ദ്രനാണെങ്കിലും എല്ലാവരും ആ വിധിക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഇപ്പോൾ കേസിന്റെ വാദം കഴിഞ്ഞു. ഇനി വിധി പറയാനായിട്ട് ഒരു ദിവസം മാത്രമാണ് ബാക്കി നിൽക്കെ ചില പൊട്ടിത്തെറിയും കലഹങ്ങളും അവിടെ പല്ലവിയുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക, ഇനി ആരായിരിക്കും ഈ കേസിൽ വിജയിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഇനി നമ്മൾ വിധി പറയേണ്ട കാര്യമില്ല. കാരണം പല്ലവി തന്നെ ജയിക്കാനാണ് സാധ്യത കൂടുതൽ. 100% പല്ലവി കേസിൽ ജയിക്കും എന്ന് തന്നെയാണ്. പക്ഷെ 20% എന്ന് പറയുമ്പോൾ കാട്ടൂരാൻ വക്കീൽ അവിടെ ചോദിച്ച 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഒരാള് വിവാഹം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ പോലും തികയ്ക്കാതെ എങ്ങനെ അവര് ഒരുമിച്ച് ജീവിച്ചു എന്ന് പറയാൻ പറ്റും? പിന്നെ ഡോക്ടറിന്റെ ആ ഒരു മൊഴി ഒരിക്കലും കണക്കിലെടുക്കാൻ പാടില്ല. ഒരു വട്ടം മൊഴി പറഞ്ഞിട്ട് വീണ്ടും മൊഴി മാറ്റി പറഞ്ഞ അയാളുടെ മൊഴി ഒരിക്കലും ഇത് തെളിവായിട്ട് എടുക്കാൻ പാടില്ല എന്നുകൂടി കാട്ടൂരാൻ വക്കീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു കേസ് വിജയിക്കാൻ സാധ്യത കുറവാണെന്നാണ് കാട്ടൂരാൻ വക്കീൽ ഇന്ദ്രനോട് പറയുന്നത്. ഇന്ദ്രൻ കാണിച്ച പ്രവർത്തികളെ കാട്ടൂരാൻ വക്കീൽ ഇങ്ങനെ ചോദ്യം ചെയ്യാണ്. ഇന്ദ്രൻ അമിക്കസ് ക്യൂറി ആണെന്ന് അറിഞ്ഞില്ല. എന്താണെങ്കിലും ഇപ്പോ അമിക്കസ് ക്യൂറി ആണെന്ന് അറിഞ്ഞില്ല, അതൊരു വക്കീലാണെന്ന് പോലും ഇന്ദ്രൻ അറിഞ്ഞില്ല. എങ്കിലും കള്ളു കുടിച്ച് ബോധമില്ലാതെ നിൽക്കുന്ന സമയത്ത് സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത് എന്തിനാണ് എന്നാണ് കാട്ടൂരാൻ വക്കീൽ ഇന്ദ്രനോട് ചോദിച്ചത്. എന്നാൽ ഇന്ദ്രൻ അത് ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഞാൻ ഈ കേസിൽ വിജയിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ വക്കീല് പറഞ്ഞത് വിജയിക്കും. ഞാൻ ഇങ്ങനെ 2 ചോദ്യങ്ങൾ, ഒന്ന് ആ ഒരു പെട്ടെന്ന് 1 മണിക്കൂർ പോലും തികയാതെ ഭാര്യ ഭർത്താവുമായിട്ട് ജീവിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. 2 മൊഴി, ഡോക്ടറിന്റെ മൊഴി എടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു 2 കാര്യങ്ങൾ ഞാൻ കോടതിയിൽ ഉന്നയിച്ചത് കൊണ്ട് തന്നെ കോടതിക്ക് ഇതെല്ലാം പരിഗണിച്ച് മാത്രമേ കേസിന്റെ വിധി പറയാൻ പറ്റത്തുള്ളൂ എന്നും അതുകൊണ്ട് ഇന്ദ്രൻ തന്നെ ആയിരിക്കും കേസിന് ജയിക്കാൻ പോവുക എന്ന് കാട്ടൂരാൻ വക്കീൽ ഉറപ്പിച്ചു പറഞ്ഞു. ഇതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഇന്ദ്രൻ തിരികെ വീട്ടിലോട്ട് പോയത്. പക്ഷേ അവിടെ സേതുവും പല്ലവിയും നേരെ ഊർമിളയെ പോയി കണ്ടപ്പോൾ ഊർമിളയും പറഞ്ഞത് അവർ ജയിക്കാനുള്ള സാധ്യത, ഇങ്ങനെ ഈ 2 ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ട് തന്നെ ഇങ്ങനെ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ചിലപ്പോൾ കണക്കിലെടുക്കാനുള്ള സാധ്യതയും കുറവാണ്. എങ്കിലും നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കേസ് വാദിച്ചിട്ടുമുണ്ട്. പിന്നെ തെളിവുകളെല്ലാം നിരത്തിയിട്ടുണ്ട്. നമ്മളെ ഭാഗം ക്ലിയർ ആക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം കോടതിയുടെ മുന്നിലാണുള്ളത്. അതുകൊണ്ട് പല്ലവി പേടിക്കേണ്ട ആവശ്യമില്ല. 2നും ഇപ്പോൾ നമ്മൾ കേസ് തോക്കും അല്ലെങ്കിൽ കേസ് ജയിക്കും. ആ 2 വിധി വന്നാലും അത് ഉൾക്കൊള്ളാനായിട്ട് മനസ്സിനെ പാകപ്പെടുത്തി എടുക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവരെ പറഞ്ഞയച്ചത്. സങ്കടത്തോടു കൂടി പല്ലവിയും സേതുവും വീട്ടിലോട്ട് വന്നു. പല്ലവിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ദ്രൻ തിരികെ വീട്ടിലെത്തിയത്. ഇന്ദ്രൻ പല്ലവിയുടെ വീട്ടിലെത്തി നോക്കുമ്പോൾ രാജലക്ഷ്മി പെട്ടിയൊക്കെ വെച്ച് പുറത്തു നിൽക്കുന്ന കാഴ്ചയായിരുന്നു ഇന്ദ്രൻ കണ്ടത്. ദേഷ്യത്തോടു കൂടി ഇന്ദ്രൻ ഓടിപ്പോയി, എന്ത് പറ്റി അമ്മേ, എന്തിനാ അമ്മയെ പുറത്തിറക്കി നിർത്തിയിരിക്കുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു, ഇനി നമ്മളോട് ഈ വീട്ടിൽ നിൽക്കണ്ട എന്നാണ് അവരെന്നോട് പറഞ്ഞത്. ആര് പറഞ്ഞു? അപ്പോൾ സേതുവും പല്ലവിയും ശോഭയും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം സേതു പറഞ്ഞു, ഞാനാണ് പറഞ്ഞത് ഈ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല. ഇത്രയും നാളും നിങ്ങളെ 2 പേരെയും സഹിച്ചത് കേസിന്റെ വാദം നടക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഇനി അങ്ങനെ സഹിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കേസ് ഞങ്ങൾ തന്നെ ജയിക്കും. അതുകൊണ്ട് ഇനി നിങ്ങളെ സഹിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നും അതുകൊണ്ട് ഇനി മേലാൽ ഇവിടെ നിൽക്കാൻ പാടില്ല, നിന്ന് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും എന്നുകൂടി സേതു പറഞ്ഞു. അത് കേട്ടപാടെ തന്നെ പേടിച്ചുകൊണ്ടാണ് രാജലക്ഷ്മി നിന്നത്. പക്ഷെ ഇന്ദ്രൻ പറഞ്ഞു, അത് നീ അല്ല തീരുമാനിക്കേണ്ടത്, ഞങ്ങൾ ഈ കേസ് ജയിച്ചിരിക്കും എന്ന് ഇന്ദ്രനും ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ നീ അല്ല കോടതിയിൽ വിധി എഴുതാൻ പോകുന്നത്, ജഡ്ജിയാണ്. അപ്പോൾ ഈ കേസിൽ ഞങ്ങൾ തന്നെ ജയിക്കും, ഞങ്ങൾ തന്നെ കേസിൽ ജയിക്കുകയും ചെയ്യും, പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതൊക്കെ പറയാൻ നീ ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് ഇന്ദ്രന്റെയും രാജലക്ഷ്മിയുടെയും മുഖത്ത് നോക്കി അങ്ങനെ ഒരു മാസ് റിപ്ലൈ സേതു കൊടുത്തത്. പല്ലവിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് ഞാനെന്ന് രാജലക്ഷ്മിയുടെ മുഖത്ത് നോക്കി പറയുകയും അത് കേട്ടപാടെ തന്നെ രാജലക്ഷ്മിക്ക് കലിതുള്ളി. രാജലക്ഷ്മിയെ അതിന്റെ പേരിൽ ഒരുപാട് കുറ്റപ്പെടുത്തി. സേതുവിനെ കെട്ടാൻ വേണ്ടിയിട്ടാണ് നീ വിവാഹത്തിന്റെ അന്ന് തന്നെ ഇന്ദ്രന്റെ തലയടിച്ചു പൊട്ടിച്ചിറങ്ങി പോയതെന്ന് വരെ വരുത്തി തീർത്തു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് നീ സേതുവിന്റെ കൂടെ വീണ്ടും പൊറുക്കാൻ വേണ്ടിയിട്ടാണെന്ന് വരെ കള്ളക്കഥകൾ ഉണ്ടാക്കി. അത് കേട്ടപ്പോൾ ശോഭയ്ക്ക് സഹിച്ചില്ല. ശോഭ തിരികെ രാജലക്ഷ്മിയോട് സംസാരിച്ചു.
രാജലക്ഷ്മിയും ശോഭയും തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടായപ്പോൾ തന്റെ മകളെ കുറ്റപ്പെടുന്നത് കണ്ട ശോഭയ്ക്ക് സഹിച്ചില്ല. രാജലക്ഷ്മിയുടെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തു. ആ അടി കിട്ടിയ ഒട്ടനെ തന്നെ രാജലക്ഷ്മി തിരികെ ശോഭയ്ക്ക് നേരെ കൈയോങ്ങുകയും പല്ലവി കൈ തടഞ്ഞുകൊണ്ട് രാജലക്ഷ്മിയോട് ഇറങ്ങി പോവാനായിട്ട് ആവശ്യപ്പെട്ടു. രാജലക്ഷ്മിയെ പല്ലവി തടയുന്നത് കണ്ട ഇന്ദ്രന് സഹിച്ചില്ല. ഇന്ദ്രൻ പല്ലവി അടിക്കാനായിട്ട് കൈയോങ്ങി. പെട്ടെന്ന് തന്നെ സേതു കൈ തടഞ്ഞ് ഇന്ദ്രന്റെ കൈ തടഞ്ഞ് പുറത്തോട്ട് തള്ളി മാറ്റി. രാജലക്ഷ്മി ഉടനെ പറഞ്ഞത് ഇന്ദ്ര സേതുവിനെ അടിച്ചൊതുക്കടാന്നാണ്. അടിച്ചൊതുക്കുമെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇന്ദ്രനും സേതുവും തമ്മിൽ വലിയൊരു വഴക്കായി, വലിയൊരു അടിയായി, അടിപിടിയായി. അങ്ങനെ ആ ഒരു വഴക്കും തർക്കവും ഭയങ്കരമായിട്ട് മൂർച്ഛിച്ചു. സേതുവും ഇന്ദ്രനും ഇപ്പൊ വീഴും, അല്ലെങ്കിൽ ഒരാളെ അടിച്ചു കൊല്ലും എന്നുള്ള ഒരു അവസ്ഥയിലെത്തി. ശബ്ദം കേട്ടിട്ട് പാറുവും പിന്നെ പാറുവിന്റെ ഭർത്താവായ വിശ്വജിത്തും കൂടി ഓടി വന്നു. എന്നിട്ട് ഉടൻ തന്നെ ഇന്ദ്രനെയും സേതുവിനെ പിടിച്ചു മാറ്റിയിട്ട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോയിക്കോണം, അല്ലാതെ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത് എന്ന് വിശ്വൻ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ ഓടിപ്പോയി പല്ലവിയുടെ മുന്നിൽ നിന്ന് 2-3 ഡയലോഗ് അടിച്ചു. ഉറപ്പായിട്ടും ഞാൻ തന്നെ കേസ് വിജയിക്കും, നീ കേസ് വിജയിക്കാൻ പോകുന്നില്ല, ഞാൻ കേസ് വിജയിക്കും, എന്നിട്ട് നിനക്ക് ഡിവോഴ്സ് കിട്ടാതെ നീ ഇവിടെ നിൽക്കും, ഞാൻ വീണ്ടും ഇവിടെ വന്ന് താമസിക്കും, നിന്റെ ഭർത്താവായിട്ട് ഇവിടെ വന്ന് താമസിക്കും, അന്ന് നിന്റെ ജീവിതം ഞാൻ കുളം തോണ്ടും, നിന്നോട് ഞാൻ ഇതിനുള്ള പകരം വീട്ടിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ വലിയ വീരവാദങ്ങളൊക്കെ മുഴക്കിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇതിനെല്ലാം കാരണം പാറുവാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വീണ്ടും ശോഭ ദേഷ്യത്തോടു കൂടി പാറുവിനെ നോക്കി. പാറുവിന് സങ്കടം സഹിക്കുന്നില്ല. പല്ലവി കരഞ്ഞുകൊണ്ട് അകത്തോട്ട് പോയപ്പോൾ സേതു പല്ലവിക്ക് പിന്നാലെ പോയി പല്ലവിയെ സമാധാനിപ്പിച്ചു. അപ്പോഴും പല്ലവിയുടെ മനസ്സിൽ ഇന്ദ്രൻ പറഞ്ഞ വാക്കുകളാണ്, കേസ് തോറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇന്ദ്രനെ ഒരിക്കലും വിട്ടുകൊടുക്കാനായിട്ട് പല്ലവി തയ്യാറല്ല. ഇന്ദ്രനല്ല, സേതുവിനെ വിട്ടുകൊടുക്കാനായിട്ട് പല്ലവി ഒരിക്കലും തയ്യാറല്ല. സേതുവിനൊപ്പം ജീവിക്കണം, സന്തോഷത്തോടു കൂടി ജീവിക്കണം. ഇത്രയും നാളും താൻ കഷ്ടപ്പെട്ടതിനെല്ലാം ഫലം കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ്. ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിനെ ഫലം കാണുകയും സേതുവിനൊപ്പം ജീവിക്കുകയും ചെയ്യണം എന്നൊക്കെ പല്ലവി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കുമോ എന്നുള്ള ഒരു പേടി പല്ലവിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോഴും സേതു പല്ലവിയെ ആശ്വസിപ്പിക്കുകയും നമ്മൾ രണ്ടുപേരും വിവാഹം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കും എന്ന് തന്നെ പല്ലവിക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് സേതു തിരികെ വീട്ടിലോട്ട് വരുമ്പോൾ പൂർണിമ പുറത്ത് സങ്കടത്തോടു കൂടി ഇരിക്കുവാണ്. അച്ചു വന്നിട്ട് പൂർണിമയെ സമാധാനിപ്പിച്ചു. കേസിന്റെ വിധി നാളെയല്ലേ വരുന്നത്, നമ്മൾ ജയിക്കും, പേടിക്കേണ്ട, കേസ് നമ്മൾ വിജയിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ പൂർണിമയെ സമാധാനിപ്പിച്ചു. പൂർണിമയെ സമാധാനിപ്പിച്ച് നിൽക്കുമ്പോൾ സേതുവിനെ കണ്ട ഉടനെ തന്നെ പൂർണിമ ഓടിപ്പോയി സേതുവിനോട് ചോദിക്കുവാണ്, നമ്മൾ കേസ് ജയിക്കുമോ? എന്നാൽ പൂർണിമയോട് സേതു ധൈര്യത്തോടു കൂടി പറഞ്ഞു, നമ്മൾ കേസ് വിജയിക്കും അമ്മേ, ഞാൻ ഉറപ്പായിട്ടും പല്ലവിയെ ഈ വീടിന്റെ മരുമകളായിട്ട് കൊണ്ടുവരും എന്ന് സേതു ഉറപ്പിച്ചു പറഞ്ഞു. ആ സമാധാനത്തിൽ തന്നെയാണ് പൂർണിമ അകത്തേക്ക് പോയത്. പക്ഷേ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? അവസാനത്തെ 50-50 ചാൻസ് ആണ്. ഇപ്പൊ പല്ലവി ആണെങ്കിലും ജയിക്കാം, ഇന്ദ്രനാണെങ്കിലും ജയിക്കാം. പക്ഷെ വിധി ആർക്ക് അനുകൂലമായിട്ടായിരിക്കും വരിക? സേതുവും പല്ലവിയും ഒക്കെ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിന് ഫലം കാണുമോ, അതോ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.